ഹലോ അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മുത്തുവാവ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ്, വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വേലിയിലേക്ക് പോകാം. രാവിലെ തന്നെ എഴുന്നേറ്റ് കഞ്ഞിക്ക് വെള്ളം ഇട്ടു, അതൊക്കെ തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കേട്ടോ. അപ്പം പുറത്ത് ഇച്ചിരി പണിയുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് കയറി വന്ന് പിന്നെ തുണിയൊക്കെ ഇച്ചിരി ഒന്ന് എടുത്തിടാനും പിന്നെ ഉണങ്ങാത്ത തുണികളൊക്കെ ഒന്ന് പെരക്കകത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിരിച്ചിടാനും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ പിന്നെ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് കടുങ്കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മാങ്ങ എടുക്കാൻ പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ പിന്നെ ഇത് മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെഴുക്കുവരട്ടി ഇന്ന് ബീട്രൂട്ട് വെക്കാമെന്ന് വിചാരിച്ച് ബീട്രൂട്ടിനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ നോക്കിയപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനൊന്നുമില്ല. വീട്ടിലെ പണിയൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. എന്നും ഒരേപോലത്തെ വീഡിയോസ് തന്നെ ഇടുമ്പോഴത്തേക്ക് എങ്ങനെയാവും കൂട്ടുകാർ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടുകയില്ലയോ, ഇതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ ഇപ്പം വീഡിയോ എടുക്കാൻ വേറെ കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്ത് നമ്മളങ്ങ് പിന്നെ ചങ്കരം വീണ്ടും തെങ്ങലാന്ന് പറഞ്ഞ് ഇതൊക്കെ തന്നെ വീണ്ടും എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മെഴുക്കുവരട്ടിക്ക് നമ്മൾ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തു. അപ്പോഴത്തേക്കാണ് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചതിൽ ഇച്ചിരി എരിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക്, നല്ല വിളഞ്ഞ പച്ചമുളകായിരുന്നു, അത് ഇച്ചിരി ചെറുതാക്കിയൊക്കെ കീറി ഉപ്പും കൂടി ഇട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലും എരിവ് പിടിക്കും, ഈ ഇങ്ങനെ തിളപ്പിച്ചിടാൻ എളുപ്പം നെല്ലിക്കായാലും എരിവ് പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയാണ് ഇതേപോലെ ചെയ്യുന്നത്. കാന്താരി കഴിഞ്ഞ ദിവസമൊക്കെ പറിച്ച് വെച്ചപ്പോൾ നമ്മൾ കാന്താരി ഇട്ടാണ് ചെയ്തത്. ഇനിയിപ്പം കാന്താരി പറിക്കാനില്ല കേട്ടോ, ഇനി വിളയാൻ നിൽപ്പുണ്ട്, ഇനി വിളഞ്ഞ് വരണം. അപ്പോൾ നമ്മളിത് പച്ചമുളകൊക്കെ തിളപ്പിച്ച് ഇതേപോലെ ഇട്ട് ഒന്നും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ അതെല്ലാം ഇട്ട് റെഡിയാക്കി സെറ്റ് ചെയ്ത് അതെല്ലാം അടച്ച് വെച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ് കേട്ടോ. ഇന്നിപ്പം അവധി ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ കച്ചവടത്തിന് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ തീർത്ത് വെച്ച ഓരോ പണികളൊക്കെ തീർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം ഒതുക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞ് വെച്ചാൽ, അതായത് ബീട്രൂട്ട് സവോളയും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പൊത്തി വെക്കുക കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് നല്ലതായിട്ട് വരുന്നു കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത 2 ചേരുവകളും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങ തിരുമ്മി എടുത്തതിൽ നിന്ന് ഒരല്പം ആദ്യം ഒരു ചെറിയൊരു കിണ്ണി എടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം ബാക്കി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കറി വെക്കാൻ വേണ്ടിയുള്ള തേങ്ങയാണ്. പിന്നെ കുഞ്ഞു കിണ്ണി മാറ്റി വെച്ചത് നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാനുള്ള തേങ്ങയുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നുമില്ല, മക്കൾ വീട്ടിൽ തന്നെയാണ്. അപ്പം അതിന് ശേഷം ഞാനിത് പിന്നെ ആ തേങ്ങയിലേക്ക് തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടിയെക്കാട്ടിലൊക്കെ ഇച്ചിരി ഏറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് തേങ്ങയ്ക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയും ആണ് കേട്ടോ. ഈ അരപ്പിന് കൊഴുപ്പ് കിട്ടാൻ, തേങ്ങയ്ക്കല്ല അരച്ചെടുക്കുമ്പോൾ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മല്ലിപ്പൊടി ഇച്ചിരി ഏറെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. കൂട്ടുകാരായതെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് 2 കടുവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തു. അതുപോലെ തന്നെ മീൻ ഇന്നലെ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് അതിൻ്റെ ഐസൊക്കെ കളഞ്ഞ് കഴുകിപ്പറക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇപ്പം നമ്മൾ അരപ്പെന്തിനാണ് എടുത്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്കിത് നമ്മുടെ അയില തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരല്പം നമ്മുടെ അലുത്ത് തുടങ്ങിയ മീനാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 കടുക് എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള മീൻ 2 കടുക് അരയ്ക്കുവാണെങ്കിൽ നമ്മുടെ ഈ മീനൊക്കെ നല്ലതായിട്ട് ഉറപ്പായിട്ട് തന്നെ ഇരുന്നോളൂ, അലുത്ത് പോകാതെ. അതിന് വേണ്ടിയാണ് നമ്മൾ 2 കടുക് ചേർക്കുന്നത്. അപ്പം മീനൊക്കെ ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിൽ പിന്നെ 2-3 കുടംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണൊക്കെ ചൊറിയുന്നു. അങ്ങനെ ഇതാ ഇഞ്ചിയും ഇതൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറുതാക്കി ചതച്ചല്ല ഇടുന്നത്, ചെറുതാക്കി കുഞ്ഞിതാക്കി കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ 2 ദിവസമായിട്ട് മഴ ഇച്ചിരിച്ച് നനയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ അതൊന്നും ചെറിയ ജലദോഷക്കോളൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇപ്പോൾ രാത്രി ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ വന്ന് കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പം തന്നെ മഴയായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു, സലാത്തും കാര്യങ്ങളെല്ലാം ചെല്ലി വീട്ടിൽ അത്യാവശ്യം പണികൾ കഴിഞ്ഞു. ഇന്നിപ്പം തല കഴിയില്ല, മേലൊക്കെ കഴിയതേ ഉള്ളൂ കേട്ടോ. മേലൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ കയറിയിട്ട് ഒരല്പം നേരം ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ, കിടന്നതാണ്. അപ്പം മക്കൾ കാലിന് വേദനയുണ്ട്, കാലിൽ ഇച്ചിരി കുഴമ്പൊക്കെ പുരട്ടി തന്നു. കുഴമ്പല്ല, ഒരു എണ്ണയാണ്, അതെല്ലാം പുരട്ടി തന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ കിടന്ന് പതിയൊന്ന് മയങ്ങിപ്പോയി. അതിന് ശേഷം എഴുന്നേറ്റിരുന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉറക്കപ്പിച്ചാണ്, അപ്പോൾ അതിൻ്റേതായ കുറ്റങ്ങളൊക്കെ കാണും കേട്ടോ. അങ്ങനെ ഇതാ ഇടയ്ക്കത് നമ്മുടെ ക്യാമറ ഒന്ന് ഓഫായിപ്പോയിരുന്നു കേട്ടോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ പുളിയും ചേർത്ത് കൊടുത്തു, നമ്മൾ അരച്ച് വെച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു, ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നോക്കിയപ്പോൾ പാത്രത്തിൽ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് മുറ്റത്ത് കറിവേപ്പില നിപ്പുണ്ട്, അപ്പോൾ പിന്നെ അത് പോയി 2 പറിച്ചുകൊണ്ട് വരണം. പിന്നെ നമുക്ക് കാപ്പി ഉണ്ടാക്കണം, ചായ വെക്കണം, ഇനി ഒരുപാട് പണികൾ കിടക്കുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ ആരാണ്ട് പോയി മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആരാന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അവർ നേരത്തെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആരോ പോയി മുറ്റം തൂക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പണി കുറഞ്ഞു കിട്ടും കേട്ടോ. മുറ്റം അല്ലെങ്കിൽ ഞാൻ തന്നെയായിരുന്നു തൂക്കുന്നത്, ഇന്ന് ആരോ ഒരാൾ പോയി തൂക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ നമ്മൾ ഇതെല്ലാം ചേർത്ത് ഇനി അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് ഊറ്റാനൊക്കെ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലിപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തീ കത്തിച്ചു, പിന്നെയും തീ കത്തിയിട്ട് നിർത്തി വെച്ച് കേട്ടോ. എന്ന് വെച്ചാൽ തീ കത്തിച്ച് നമ്മുടെ ഈ അടുപ്പിൽ തീ കത്തിച്ച് നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ജലദോഷം കൂടുകയാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പം ഗ്യാസിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. തീ കത്തിച്ച് അതിൻ്റെ പുക ഇതിൻ്റെ ഊതുമൊക്കെ ചെയ്യണമല്ലോ ഇടയ്ക്ക്, ഇനി അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം ജലദോഷം പിടിക്കുന്നു. എന്തെങ്കിലും അലർജിയുടെ ആയിരിക്കും, വിറകിൻ്റെ ആണോ ഇനി ഇത് പുകയാണോ എന്താ സംഭവം എന്നറിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇത് വാർത്തിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്കുവരട്ടി നമ്മുടെ റെഡിക്ക് ഇത് വരണ്ട് വെന്ത് ഇതൊക്കെ പാകമായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു രീതിയിലും വെക്കാം കേട്ടോ. നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരല്പം വെളുത്തുള്ളിയും കുരുമുളകും കൂടെ അല്പം ഒന്ന് ചതച്ചെടുത്ത് ആ എണ്ണയിലിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് അത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടും സവോളയും കൂടെ അരിഞ്ഞത് ചേർത്ത് ഇതേപോലെ തന്നെ തട്ടിപ്പൊത്തി വേവിച്ച് പറക്കിയെടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടും കൂടെ വാങ്ങിയെടുക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മെഴുക്കോട്ടി 2-3 രീതിയിൽ വെക്കാം കേട്ടോ. സിമ്പിളായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഇതാണ്. പിന്നെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഒരു നല്ലൊരു വെജിറ്റബിളാണ് ഈ ബീട്രൂട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതേ കറിയും കാര്യങ്ങളൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പം മെഴുക്കോട്ടിയെല്ലാം വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ മുറ്റത്ത് പോയി 2-3 കറിവേപ്പില എടുത്തിട്ട് വന്നു കേട്ടോ. ചെറിയ കറിവേപ്പില എന്നാന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മളിത് പൊട്ടിക്കിളുത്ത് കയറി വരുമ്പം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നുള്ളും കേട്ടോ. അങ്ങനെ അതെല്ലാം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കാപ്പിക്കുള്ള മാവെടുത്തു. മാവിലേക്ക് അല്പം ഉപ്പും 2 ചെറിയ ജീരകം, പെരിഞ്ചീരകമല്ല 2 പെരിഞ്ചീരകവും
ഒരു അല്പം തേങ്ങയും കൂടെ നമ്മൾ തീമി വെച്ച എടുത്ത് വെച്ച തേങ്ങയില്ല, അതിൽ നിന്ന് ഒരു അല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ കുറച്ച് വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട് നമ്മളിത് ഇടാനുള്ളത്. മണിക്കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആ വെള്ളത്തിലേക്ക് തേങ്ങയും ഒരല്പം 1-2 ജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് ഇനി വരണം കേട്ടോ. തിളച്ച് കഴിയുമ്പോഴാണ് മാവ് നമ്മൾ ഉരുട്ടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ തന്നെ വേണം മാവ് ചേർത്ത് കൊടുക്കാൻ, മാവ് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഒരല്പം നേരം വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ല മയം കിട്ടും കേട്ടോ. ഒരല്പം എണ്ണമയം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതായത് മാവിന് നല്ല മയം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് കേട്ടോ, കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് കൊണ്ടൊന്ന് ഷെയർ ചെയ്തുകൂടെ കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. വീഡിയോ കാണുന്നവർ അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാനൂടെ ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമേ എനിക്ക് ഞാനിടുന്ന വീഡിയോ എങ്ങനെയുള്ള വീഡിയോസൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ ഇതും നമ്മൾ നല്ലതാണ് എന്ന് പറയും, പക്ഷെ അത് മറ്റുള്ളവർക്ക് കാണുമ്പോഴും നല്ലതാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അങ്ങനെ മാവും കാര്യങ്ങളെല്ലാം കുഴച്ചെടുത്തു. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വെള്ളം, അതായത് നമ്മൾ മണിക്കൊഴുക്കട്ട ഉണ്ടാക്കാൻ വെച്ച വെള്ളം ഒന്ന് വാങ്ങി വെച്ചിട്ട് മക്കൾ ചായ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ചായ ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നാൽ ചായ കൊടുത്തതിന് ശേഷം അന്ന് മണിക്കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നും രാവിലെ ചായയും കാപ്പിയെല്ലാം ഒന്നിച്ചാണ് കഴിക്കുന്നത്. ഇന്ന് സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് താമസിച്ച് മതിയല്ലോ. അപ്പോൾ അന്ന് ചായ ചോദിച്ചപ്പോൾ അന്ന് ചായ കൊടുത്തേക്കാന്ന് ഓർത്ത് ചായ നമ്മൾ ഇട്ടെടുത്തു. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡെയിലി പാലുണ്ട് കേട്ടോ. ഡെയിലി പാൽ ചായ കുടിച്ചാലും ശ്വാസം മുട്ടൽ കൂടും. അതുകൊണ്ട് മക്കളാണെങ്കിലും പാല് മേടിക്കുന്നതിൽ എതിരാണ് കേട്ടോ. മേടിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ മക്കളെ ഓർത്ത് ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നതാണ്. അപ്പം പാൽ ചായ കണ്ടാൽ ഞാൻ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് മക്കൾ പറയും വേണ്ട മേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ അവർ വഴക്ക് പറയും. എന്നാലും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല, മക്കൾക്ക് കൊടുക്കണമല്ലോ, അത് ഓർത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നതാണ്. അങ്ങനെ ഒരു നല്ല ജലദോഷക്കോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. മൂക്കൊക്കെ അടഞ്ഞ് മൂക്കൊക്കെ ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ എളുപ്പം വെയിലും അത് കഴിഞ്ഞ് നിൽക്കുന്ന നിപ്പിലായിരിക്കും മഴ പെയ്യുന്നത് കേട്ടോ. അങ്ങനത്തെ മഴവെള്ളം നമ്മൾ അടിച്ചിട്ട് ഇത് നനഞ്ഞിട്ടായിരിക്കും ഇതാകുന്നത് കേട്ടോ. ജലദോഷം പിടിക്കാൻ വേണ്ടി ഇതായി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പിന്നെ വീണ്ടും ഞാൻ ആ വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവില്ലേ, അതിന് ചെറിയ ബോളുകളാക്കി നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ മണിക്കൊഴുക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോയും അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വിശദീകരിച്ചൊന്നും പറയാത്തത്. അപ്പം ഞാനിത് ഇങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു പാതി വേവാകുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഉപ്പ് അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി പഞ്ചസാരയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ആ മധുരത്തിൽ കിടന്ന് ആ വെള്ളത്തിൻ്റെ അകത്ത് മധുരം പിടിക്കുമല്ലോ, അതിൽ നിന്നൊക്കെ ഈ കൊഴുക്കട്ടയ്ക്കകത്ത് പിടിച്ച് നന്നായിട്ട് ഇത് റെഡിയാകണം കേട്ടോ. അപ്പോഴാണ് ഈ മണിക്കൊഴുക്കട്ട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് മക്കളെന്താണ്ട് പറഞ്ഞു. അങ്ങനെ മക്കളെ നോക്കാൻ പോയി. അപ്പം ചായ ഇട്ട് വെച്ചാൽ ഞാൻ ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു കേട്ടോ. മക്കൾ പല്ലും കാര്യങ്ങളൊക്കെ തേക്കുമായിരുന്നേ. അപ്പം ഞാനതവിടെ വെച്ച് പിന്നെ അത് ചായയൊക്കെ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇരുന്ന് വേകുന്നുണ്ട്. നമ്മുടെ കറി അപ്പോഴത്തേക്ക് റെഡിയായി. പിന്നെ അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ഉലുവയും കൂടെ ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ അതും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അടുക്കളയിലെ പരിപാടികൾ ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഏകദേശം മെഴുക്കോട്ട് റെഡിയായി, കറികൾ റെഡിയായി, ചോറ്, കാപ്പി, അങ്ങനെ എല്ലാം റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മണിക്കൊഴുക്കട്ടയും റെഡിയായി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉരുട്ടിയിട്ടപ്പോൾ ഇച്ചിരി അല്പം മുഴുപ്പൊക്കെ ആയിപ്പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പം. പിന്നെ ചോറും നമ്മുടെ അടിപൊളി അയല തേങ്ങ അരച്ച് വെച്ചത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ അത് കൂട്ടിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ മെഴുക്കോട്ട് ഞാൻ വൈകിട്ട് വന്നാണ് ചോറ് കഴിച്ചത്. അപ്പോഴത്തേക്ക് ഒരല്പം പുളി കൂടിപ്പോയി കേട്ടോ. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ പുളി എടുത്ത് മാറ്റാൻ. അങ്ങനെ പിന്നെ കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ പോയി നല്ല അടിപൊളി നല്ല കച്ചവടം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നിപ്പിലൊരു മഴ പെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇതുവഴി പോയെന്ന് കണ്ടില്ല കേട്ടോ. വണ്ടികളെല്ലാം ചടപടെ ഇറങ്ങിപ്പോയി, ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ നല്ല മഴ വന്നത് കേട്ടോ. പിന്നെ ഇതേ ആട് കിടന്നിടത്ത് കൂടെ ഇല്ലെന്ന് പറഞ്ഞൊരവസ്ഥയായി. പിന്നെ മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ ആളും പേരും ഒക്കെ വന്നു, നല്ല കച്ചവടമൊക്കെ തന്നെ കിട്ടി ഇന്ന്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. എൻ്റെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം, ഞങ്ങൾ 4 പേരടങ്ങുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രമാണ് എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.